ഇപ്പോൾ ഉറക്കം എണ്ണീറ്റിട്ടേ ഉള്ളൂ. ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു വീട്ടിലെ ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അധികം സൗണ്ട് എടുക്കാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാരണം ഇവിടെ ഒരാൾ ഉറങ്ങുകയാണ്. അപ്പോൾ എന്തായാലും രാവിലെ ഞാനിപ്പോൾ എണ്ണീറ്റിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ പോയൊന്ന് പല്ലൊക്കെ തേച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ്, പല്ലുതേപ്പും പിന്നെ എന്താ ഫേസ് വാഷും ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കണം. സുമേ, ചായ ചായ ചായ. അപ്പം സുമ ഒരു ചായ ഉണ്ടാക്കിയിട്ട് തന്ന് അത് കുടിച്ചാലേ ഇന്നത്തെ ദിവസം കൂടി സ്റ്റാർട്ട് ആവത്തുള്ളൂ. സുമേ, ചായ ഉണ്ടാക്കി തന്ന സുമേ. ഇത് മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുമ ഇപ്പോൾ ചായ ഉണ്ടാക്കല്ല, കട്ടൻ കാപ്പി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. വേറൊന്നുമല്ല ചായ കുടിക്കാത്ത. ഇന്നലെ എനിക്ക് പാല് ചേർത്തിട്ട് ചായ കുടിച്ചപ്പോൾ എൻ്റെ വയറ്റിന് എന്തോ എനിക്ക് പറ്റിയില്ല, എനിക്ക് ഓക്കെ ആയില്ല. ഒരു ചെറിയ ലൂസ് മോഷൻ പോലൊക്കെ വന്നു. അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നത്, കട്ടൻ കഴിക്കാമെന്ന്. അങ്ങനെ കട്ടനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം കട്ടൻ കാപ്പിയാണ്. അപ്പോൾ കട്ടൻ കാപ്പിയാണ് ഇപ്പം ഞാൻ കുടിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ എന്താണ്ട് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞു. കാപ്പി കുടിക്കുമ്പോൾ ഫോണിനകത്ത് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം രാവിലെ അപ്പോൾ എന്താണ് സുമേ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്? അപ്പോൾ മെനു ഒക്കെ കേട്ടണം. കഞ്ഞിയും പയറും. കുഴപ്പമില്ല, ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് ഞാൻ പിന്നെ ഓക്കെ എന്ന് പറയാം. കഞ്ഞി പയറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പോഷക ഗുണങ്ങളൊക്കെ അടങ്ങിയ ഫുഡാണ്. നമ്മളതിനെ ഒരിക്കലും എന്താ പറയുക, നമ്മൾ വേണ്ടാന്ന് വെക്കരുത്. ആരും കഴിക്കത്തില്ല, എല്ലാവർക്കും പുച്ഛ കഞ്ഞിയും പയറൊക്കെ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് കഞ്ഞിയും പയർ. ഞാൻ എത്ര കിട്ടിയാലും കഴിക്കും. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം കഞ്ഞിയും പയറും കഴിക്കും. സുമ അവിടെ ഇരുന്ന് തേങ്ങ ചിരകാൻ തുടങ്ങി. ഇന്നലെ അല്ല ഇന്നാണോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് വന്നു, എന്താണ് വീടൊക്കെ ഫുള്ളൊന്നും അടുക്കി പറക്കാതെ വെച്ചേക്കാണല്ലോ, വൃത്തിയാക്കി ഇട്ടൂടെ എന്നൊക്കെ ഒരു ഡയലോഗ്. ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളെ, നമ്മുടെ വീടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട ആൾക്കാരുടെ വീടുകളാണ്. ഒന്നാമത്തെ കാര്യം അത് ഫുൾ ഇന്റീരിയർ വർക്കൊക്കെ ചെയ്ത് അല്ലെ ഭയങ്കരമായിട്ട് നമ്മൾ അടുക്കി പറക്കി വെക്കാൻ സ്ഥലങ്ങളുള്ള ടൈപ്പ് വീടൊന്നും അല്ല. നമ്മുടെ എന്തോ ജസ്റ്റ് കൈ എത്തുന്നിടത്ത് നമ്മുടെ പാത്രങ്ങളെല്ലാം കിട്ടണം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് എന്തോ പല റീലിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വീഡിയോക്കകത്ത് ഒരു ഇതിങ്ങനെ തുറന്നു വരുമ്പോഴത്തേനും അതിനകത്തോട്ട് പാത്രം ഇങ്ങനെ വെക്കാനുള്ള പല സ്പേസ് ഉള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെയൊക്കെ വീഡിയോ കാണുന്നത്. അതൊന്നും ഇവിടെ പോസിബിൾ അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, നമുക്ക് പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ ഹോട്ടലിൽ നിന്നല്ല എപ്പോഴും ഫുഡ് കഴിക്കുന്നത്. യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ പാത്രം ഫുഡ് ഉണ്ടാക്കാനായിട്ട് എപ്പോഴും പാത്രങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഫുഡ് ഉണ്ടാക്കാത്ത ആൾക്കാരല്ല എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് അവിടെ കിടക്കാനായിട്ട്. ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഒതുക്കി വെക്കാനുള്ള സ്പേസ് അത് ചിലപ്പോൾ കുറവായിരിക്കും ഓരോ വീടുകളിലും. ഓരോരുത്തരുടെ വീടും ഓരോ രീതിയിലായിരിക്കും. നമ്മൾ നമ്മുടെ മാക്സിമം ഒക്കെ ക്ലീൻ ആക്കി വെക്കാറുണ്ട്. അല്ലാതെ ഇവിടെ പുഴുത്ത് വാരിയൊന്നും കിടക്കുമല്ലോ നമ്മുടെ വീടൊന്നും. കുറച്ച് പാത്രങ്ങൾ അവിടെ ഇവിടെ കിടക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഒരു വീടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇഷ്ടംപോലെ പാത്രം വാങ്ങിക്കുന്ന ഒരാൾ, ഇഷ്ടം പോലെ പാത്രമുണ്ട്. ഇനി ഒരു വീടിനുള്ള പാത്രം കൂടി ഈ വീട്ടിലുണ്ടെന്നുള്ള ഒരു 2 വീടിനുള്ള പാത്രം കൂടി ഈ വീട്ടിൽ കാണും. വാങ്ങിക്കുന്നതല്ല, അമ്മയുടെ അച്ഛനും ഒക്കെ വരുമ്പോഴത്തേനും അവർ ഇഷ്ടം പോലെ പാത്രങ്ങൾ കൊണ്ടുവരുമായിരുന്നു. അവർ പുറത്തുള്ള ആൾക്കാരാണ് എന്ന് വെച്ചാൽ അവർ ഛത്തീസ്ഗഡും വിലാസ്പൂർ അല്ലേ, കോർബ, വിലാസ്പൂർ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് അവർ ജീവിച്ചത്. അപ്പോൾ അവർ വരുമ്പോഴത്തേനും എന്തോ വലിയ പെട്ടിക്കകത്തൊക്കെ ഇഷ്ടം പോലെ പാത്രം കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ അതെല്ലാം മക്കൾക്ക് വീതിച്ചു കൊടുക്കും. അതാണ് സത്യം പറഞ്ഞാൽ ഈ വീട്ടിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇഷ്ടംപോലെ പാത്രങ്ങൾ ഉണ്ടാവും. ഇനി പാത്രങ്ങൾ നിങ്ങൾക്ക് കണ്ടിട്ട് അസൂയ കൊണ്ടാണ് നിങ്ങളിങ്ങനെ പറഞ്ഞെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒന്നും പറയാനില്ല. കാരണം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നേ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. മൺചട്ടി, കലങ്ങൾ, എന്താ പറയുക, ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല ഗൈസ്. ഞാൻ ഇവിടെ നിന്ന് സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ
എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് പാത്രങ്ങൾ ഇവിടുന്ന് നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ഒരു 2 ചാക്ക് പാത്രങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ആ വീട്ടിൽ മിക്കവാറും യൂസ് ചെയ്ത പാത്രങ്ങളെല്ലാം ഇവിടുത്തെ. പിന്നെ ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഇൻഡക്ഷനിലൊക്കെ വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇൻഡക്ഷനിൽ വെക്കാൻ പറ്റുന്ന ടൈപ്പ് പാത്രങ്ങളൊക്കെ നമ്മൾ വേറെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലെ പാത്രങ്ങളുടെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം, അത്രയ്ക്കുണ്ട്, കാണിച്ചു തരാം. ഗുഡ് മോർണിംഗ് പിത്തൂട്ടാ, ഗുഡ് മോർണിംഗ് പിത്തു. ടുണ്ടറ്റനാണോ? ഹായ് ബായ് ബായ് ബായ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് പിത്തൂട്ടാ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഞങ്ങൾ അങ്ങനെ എണ്ണീറ്റിട്ടുണ്ട്. നിങ്ങളെല്ലാവരോടും ഞങ്ങൾ എണ്ണീറ്റിട്ടുണ്ടെന്ന് പറയുകയാണ്. അല്ല പിത്തോട്ടാ, തലയിലൊരു കെട്ടൊക്കെ കെട്ടി വെച്ചേക്കുക. അവനിപ്പം ഞെക്കണം, അതാണ് അവൻ്റെ പ്രശ്നം. അവനിപ്പോൾ ചെന്നിട്ട് ഞെക്കണം. ഗൈസ്, അങ്ങനെ നല്ല ചൂട് കഞ്ഞിയും പിന്നെ നല്ല വൻപയറും മെഴുക്കുരട്ടി, മെഴുക്കുരട്ടി അല്ല, തോരൻ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ച് തുടങ്ങാം. ഓക്കെ, ചൂട് നൈസായിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് ഫിനിഷ് ആകട്ടെ, എന്നിട്ട് വരാം. ഗൈസ്, ഇവിടെ ഒരാൾ വൻപയർ വേവിച്ചതിരുന്ന് കഴിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് വലിച്ചു വാരിയിട്ടേക്കാണ്. എന്താ പിത്തൂസ് ചെയ്ത താഴേക്ക് കാണിക്കാൻ പറ്റത്തില്ല, ഫുൾ ന്യൂഡാ. അതുകൊണ്ട് സോറി ഫോർ ദാറ്റ്, ഞങ്ങൾക്ക് ഫുള്ള് കാണിക്കാൻ പറ്റൂല. അപ്പോൾ ഗൈസ്, ഞങ്ങൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചവരെ കാണിക്കാൻ പറ്റുള്ളൂ. അതിന് ശേഷം ഞാൻ ഭയങ്കര തിരക്കായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കൊളാബറേഷൻ്റെ വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുള്ളതുകൊണ്ട് ഇപ്പോൾ സമയം ഒരു 2:30 ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിത്തുവിനെ കുളിപ്പിച്ച് നല്ല സുന്ദരക്കുട്ടപ്പനായിട്ട് നിർത്തിയിട്ടുണ്ട്. അവൻ കുളിച്ചൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ആൾ കുളിച്ചെല്ലാം വൃത്തിയായി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആൾ പോയിട്ട് നല്ലൊരു അപ്പിയൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അപ്പിയൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിലും അങ്ങനെ ആണല്ലോ പിള്ളേർ. കാരണം നമ്മൾ വലിയ കാര്യത്തെ അവരെ കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കി ഇരുത്തി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അവർ നല്ല ഡ്രസ്സിലും നല്ല ഡയപ്പറിലും പോയിട്ട് ഒരു അപ്പിയിടലുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിത്തൂട്ടിന് ഇപ്പോൾ അതുവഴി ഓടിച്ചാടിയൊക്കെ നടപ്പുണ്ട്. അമ്മയും അവൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. യെസ്, 2 മണി 3 മണിയായി. ഈ സമയത്താണ് ഫുഡ് കഴിക്കൽ. അപ്പോൾ ഞാൻ പോയിട്ടൊന്ന് ഫുഡ് കഴിച്ചിട്ട് വരട്ടെ. ഓക്കെ, കറികളൊന്നും സ്പെഷ്യലായിട്ടില്ല. ഇന്നലെ ഒരു ഇച്ചിരി മോര് കാച്ചിയതുണ്ടായിരുന്നു. പിന്നെ ഇന്ന് രാവിലത്തെ പയറുണ്ടായിരുന്നല്ലോ, ആ പയറും ചോറും, അത്രേ ഉള്ളൂ. അധികം ഒന്നുമില്ല കറികൾ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയി ഫുഡ് കഴിച്ചിട്ട് വരട്ടെ ഗൈസ്. അപ്പോൾ ഞാൻ പോയിട്ടൊന്ന് കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ടൊക്കെ ഒന്ന് വരട്ടെ. ഇവിടെയാണ് ഭയങ്കര മഴക്കോളൊക്കെ ഉണ്ട്, ഭയങ്കര ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ മഴ പെയ്യണതിന് മുന്നേ പോയൊന്ന് കുളിച്ച് ഒന്ന് റെഡി ആയിട്ട് വരട്ടെ. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞാൻ കുളിച്ച് നല്ല സുന്ദരിക്കുട്ടിയായിട്ട് വന്നിപ്പുണ്ട്. അപ്പോൾ ഇന്ന് ഏകദേശം എൻ്റെ വ്ളോഗിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ ഒരു ദിവസമൊക്കെ നിങ്ങളെ കാണിക്കാനാണ്. വലിയ ആർഭാടമായിട്ടുള്ള ഒരു ജീവിതം ഒന്നുമല്ല. അപ്പോൾ എനിക്ക് നിങ്ങളെ ഇവിടുത്തെ ഒരു ലൈഫ് കാണിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് പുറത്തെ കാര്യങ്ങളൊന്നും ഇന്നത്തെ ദിവസം എടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഭയങ്കര രാവിലെ തൊട്ട് ഭയങ്കര ഇടിയും മിന്നലും ഇങ്ങനെ നിൽക്കുക രാവിലെ തൊട്ട്. അത് കാരണം എനിക്ക് പുറത്തേക്ക് ഇറങ്ങി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് വേറൊരു ദിവസം ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഏകദേശം ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ ഓൺ വോയിസ് ആയിട്ട് ഞാൻ ഇങ്ങനെ നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കുന്നതാണോ അതോ വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ വോയിസ് കൊടുക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് നിങ്ങൾ എന്തായാലും വന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ദിവസം ഫുള്ള് കാണിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കും, പിന്നെ രാത്രിയിൽ ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, ഇതൊക്കെ തന്നെയുള്ള എൻ്റെ ലൈഫ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ.